ഇനി നേരെ ESI ആശുപത്രിയിലേക്കാണ്. തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിലെ ശസ്ത്രക്രിയ വൈകിയത് ഡോക്ടർമാർ തമ്മിലുള്ള തർക്കം മൂലം. ഇന്നും ശസ്ത്രക്രിയയില്ല. തിയേറ്ററിനുള്ളിൽ രോഗിയെ കിടത്തിയ ശേഷം ഡോക്ടർ ഇറങ്ങിപ്പോവുകയായിരുന്നു. രോഗി ഇപ്പോഴും തിയേറ്ററിനുള്ളിലാണ്. വിവരങ്ങളുമായി ആശുപത്രിയിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഡോക്ടർമാരുടെ തർക്കം മൂലം വഴിയാധാരമാകുന്നത് രോഗികളാണ്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വരെ ആ തർക്കം എത്തി നിൽക്കുന്നു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരങ്ങൾ പ്രശാന്ത്? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസവും 5 ശസ്ത്രക്രിയകളാണ് ഈ ESI ആശുപത്രി മുടങ്ങിയത്. ഇന്നും ഇത്തരത്തിൽ ശസ്ത്രക്രിയ ചെയ്യാനെത്തിയപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ എത്താത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു രോഗിയുടെ ഭർത്താവ് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ ചേട്ടാ പേര്? എൻ്റെ പേര് സുരേഷ്. എന്താ ഇന്ന് സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു സർജറി മുടങ്ങി അവർ പോവുകയാണ് ചെയ്തത്, ഒരു രാധിക മേഡം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് അതേ അവസ്ഥ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തെ അനുസരിച്ച് നമ്മളെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാം, നാളെ തന്നെ ചെയ്യാം ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ അതേ രീതിക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുവാണ്. അപ്പോൾ സർജൻ ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആ കിടക്കുന്ന ഇതിൽ തന്നെ ഇവർ ഡോക്ടർ പറയുന്ന കാരണമെന്ന് പറയുന്നത്, അത് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവർ അനസ്തേഷ്യ ഡോക്ടറെ ഞാൻ കണ്ടതുമില്ല. പക്ഷേ എന്നാൽ ഇവർ ഒരു വാക്ക് പറയണ്ടേ നമ്മുടെ അടുത്ത്? ഒരു മനുഷ്യൻ ജീവനല്ലേ, ഇതിപ്പോൾ പലതവണയായിട്ടില്ലേ? ഈ ഓപ്പറേഷന് മുമ്പ് അനസ്തേഷ്യയുടെ ഡോക്ടർമാർ ഒന്ന് പരിശോധനയ്ക്ക് നടത്തത്തില്ലേ? ഇല്ല, അതിന് ഫിറ്റ്നസ് എല്ലാം അവർ തന്നതാണല്ലോ. പിന്നെന്താ താമസിക്കുന്നത്? അതാണ് നമുക്കും അറിയാം, ഇതിൻ്റെ കാരണം അറിയാൻ വയ്യാത്തത്. അപ്പോൾ ഇവർ പറയുന്നത്, ഇന്നിപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ ഇന്നലെ നൈറ്റായിരുന്നു പറഞ്ഞതല്ല, അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് OP ടിക്കറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇന്ന് നൈറ്റ് നിന്നുകൊണ്ട് BP കൂടുതലായതുകൊണ്ട് പുള്ളിക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പം കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് രോഗി കിടക്കുന്ന അടുത്ത് നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഇറങ്ങിപ്പോയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് പോയി. അപ്പോൾ സർജന്മാർ 2 പേരും അകത്തുണ്ട്. അവർക്ക് വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ അനസ്തേഷ്യ കൊടുക്കാതെ ഒരു കാരണവശാലും അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുകയും രോഗിയെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിന്ന് ഡോക്ടർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഡോക്ടറുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. തുടർന്ന് അപ്പോൾ ഓപ്പറേഷൻ തന്നെ കിടക്കുവാണ്. ഇനി ഇതിനൊരു തീരുമാനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അത് നിരാഹാരം കിടക്കേണ്ടി വന്നാൽ അത് കിടക്കും, അത് ഉറപ്പാണ്. അല്ലാതെ ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല, പല രോഗികളുടെയും പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്കറിയാം. ഇവിടെ വന്ന് കണ്ടെടുത്തോളം. ഇപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ ശസ്ത്രക്രിയ മാറ്റി വെക്കുന്നത്? ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പോൾ ചെയ്ത്. ആദ്യം നേരത്തെയും ഇങ്ങനെ വിളിച്ചിരുന്നു. നേരത്തെ നമ്മൾ ഫസ്റ്റ് ജനുവരി 2-ാം തീയതി ഇവിടെ അഡ്മിറ്റ് വരാൻ പറഞ്ഞിരുന്നു. അതിന് മുമ്പേ ഒരു 3 മാസം മുമ്പേ നമ്മളിവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരേ ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ച് വന്നിട്ട് ജനുവരി 2-ാം തീയതി നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതനുസരിച്ച് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കാണ് പറയുന്നത് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ശസ്ത്രക്രിയ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല, മാറ്റി നിങ്ങളെ ഒരു നിങ്ങൾ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിക്കാം, കോൺടാക്ട് ചെയ്യുക, ആ സമയത്ത് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. സർജറി ചെയ്ത ആ ഡോക്ടർ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധിക്കുന്ന ഡോക്ടർ എന്താ പറയുന്നത് ഇത് വൈകുന്നതിൻ്റെ കാരണം? ഡോക്ടറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡോക്ടർ ചെയ്യാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറയുന്നത്. അനസ്തേഷ്യ കൊടുക്കാൻ തയ്യാറാകാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പ്രശ്നം, ആ ഒരു വിഷയമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 24 കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതുപോലെ ഒരു വാർത്ത വന്നതാണ്. അത് രാധിക മേഡമായിരുന്നു. അവർ ഇവിടുന്ന് ഡിസ്ചാർജ് എഴുതി മേടിച്ചാണ് അവർ പോകേണ്ടി വന്നത്. അപ്പോൾ അത് ഇതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ ഇറക്കി വിടുകയാണ് ചെയ്തത്. അനസ്തേഷ്യ ഡോക്ടറുടെ പേരെന്താ? രാധികയോ? വിനു അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ. ഇതിലിപ്പം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ നിരാകാരം ഇതിന് വേണ്ട നടപടിയിലേക്ക് ഞാൻ പോകും. ഇതിൽ ഞാൻ ഇപ്പോഴും ആശുപത്രി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയെ പുറത്തേക്ക് എടുത്തിട്ടില്ല? അകത്ത് തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ സംശയം കയറി നോക്കാം, അവിടെ തന്നെ കിടക്കുവാണ്. ആഹാരം പോലും കഴിക്കാതെ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ആഹാരം പോലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ട്. ഇത് എന്താണ് ഒരു മനുഷ്യന് തൈറോയിഡിൻ്റെ മുഴയായിട്ടാണ് കഴുത്തിൽ. അപ്പോൾ ഒരു മനുഷ്യജീവന് ഒരു വില കൽപ്പിക്കാത്ത കാര്യം എന്താണ്? ഒരു സർക്കാർ സ്ഥാപനമല്ലേ അത്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ മറ്റു നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഇങ്ങനൊരു ഡോക്ടർമാർ തമ്മിലുള്ള തർക്കമാണോ ഇതിന് കാരണം? ആ ഒരു തർക്കമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിലെയും സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടർമാർ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർജറി വൈകാൻ മുടങ്ങുന്നതും അതോടൊപ്പം തന്നെ അനസ്തേഷ്യ കൊടുക്കാൻ സാധിക്കാത്തതൊക്കെ അത് തന്നെയാണെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ അറിയുന്നത് അങ്ങനെ തന്നെയാണ്.
അശ്വതി, ഈ രോഗികളുടെ ജീവനും ഒക്കെ ഇട്ട് പന്താടുന്ന അവസ്ഥയാണ്. കാരണം ഇവരുടെ ഈഗോയും ഡോക്ടർമാരുടെ ഈഗോയും പടലപ്പിണക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർജറി മുടങ്ങുന്നതിന് കാരണമായിട്ട് മാറുന്നത്. രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റാൻ പോലും കഴിയാത്തത്, രോഗിയെ ഓപ്പറേഷൻ തിയേറ്റർ, നമുക്കറിയാം ഒരു ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന എല്ലാ പരിശോധനകളും അവിടെ നടക്കും. ആ എല്ലാ പരിശോധനകളും നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകുന്നത്. അനസ്തേഷ്യ നൽകുന്നത് അതിന് മുമ്പുള്ള ശാരീരികക്ഷമതാ പരിശോധനകൾ അടക്കം നൽകും. അതിനുശേഷമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ അനസ്തേഷ്യ നൽകി ഓപ്പറേഷൻ നടത്തുകയൊക്കെ ചെയ്തത്. ഇത്തരത്തിൽ എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഓപ്പറേഷൻ ടേബിളിലേക്ക് രോഗിയെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഡോക്ടർ അനസ്തേഷ്യ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുകയാണ് ഇവിടെ ഉണ്ടായത്. ഇത് സർക്കാർ സ്ഥാപനമാണ്, ESI ആശുപത്രിയാണ്. ESI ആശുപത്രിയിലാണ് ഡോക്ടർമാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ മൂലം ഇത്തരത്തിൽ രോഗികൾക്ക് ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നത്. സത്യാഗ്രഹം ഇരിക്കാൻ പോലും തയ്യാറാണ്, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ സത്യാഗ്രഹം പോലും ഇരിക്കുമെന്നാണ് ഇപ്പോൾ രോഗിയുടെ ഭർത്താവ് കൂടി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള വലിയ അനാസ്ഥ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ESI ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഒട്ടേറെ ചികിത്സ മുടങ്ങുന്ന വാർത്തകൾ നമ്മൾ തന്നെ നിരവധി തവണ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഈ ESI ആശുപത്രി, പേരൂർക്കടയിലെ ESI ആശുപത്രി കടന്നു പോകുന്നു. നിരവധി തവണ, ഇത് ഒന്നും രണ്ടും തവണയല്ല, നിരവധി തവണ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള തർക്കങ്ങൾ, ചികിത്സാ പിഴവുകൾ, യന്ത്രസാമഗ്രികളുടെ മുടങ്ങുന്ന സാഹചര്യം, ഇതൊക്കെ നിരവധി തവണയായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു രോഗിയെ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് അനസ്തേഷ്യ ഡോക്ടർ ഇറങ്ങിപ്പോകുന്നു. അനസ്തേഷ്യ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. രോഗി തന്നെ ബുദ്ധിമുട്ടുന്നു. കാരണം ഭക്ഷണം പോലും കഴിക്കാതെ ഓപ്പറേഷൻ ടേബിളിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ ESI ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രോഗിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം 5 ശസ്ത്രക്രിയകൾക്കടക്കം മുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർജറി വിഭാഗവും അതോടൊപ്പം തന്നെ അനസ്തേഷ്യ വിഭാഗത്തിലെയും ഡോക്ടർമാർ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കാൻ കഴിയാത്തതും ഇത്തരത്തിൽ ഓപ്പറേഷൻ മുടങ്ങുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെയും മുടങ്ങി, ഇന്നും മുടങ്ങുന്നു. ഇത് നിരന്തരം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം, നടപടി വേണമെന്നൊരു ആവശ്യമാണ് ശക്തമായി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ രോഗിയുടെ കൂട്ടിരിപ്പ്, രോഗിയുടെ ഭർത്താവ് തന്നെ പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് നീതി വേണം. ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ഇപ്പോഴും പുറത്തിറക്കിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നടത്തിയതിനു ശേഷം, പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഓപ്പറേഷന് കൊണ്ടുപോകുന്നത്. ഡേറ്റ് നിശ്ചയിക്കുന്നത്, ഇതിനു മുമ്പും ഒരു ഡേറ്റ് നിശ്ചയിച്ചിരുന്നു, അന്നും ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നു. ആ ഡേറ്റ് നിശ്ചയിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും അനസ്തേഷ്യയുടെ ഡോക്ടർ ഇറങ്ങിപ്പോവുകയും സർജറി നടത്താതെ സർജറി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. താൻ ഇവിടെ സത്യാഗ്രഹം വേണമെങ്കിൽ സത്യാഗ്രഹം ഇരിക്കും, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ തന്നെ ചെയ്യണം, അത് സത്യാഗ്രഹം ചെയ്തിട്ടാണെങ്കിൽ പോലും അങ്ങനെയെങ്കിലും താൻ ചെയ്യും, വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ESI ആശുപത്രിയിലാണ് ഇത്തരത്തിൽ സർജറി മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും കേവലം മറ്റ് സാങ്കേതിക തകരാറുകളൊന്നുമല്ല, ഡോക്ടർമാർ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഈ സർജറി മുടങ്ങുവാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ രോഗി തന്നെ നമ്മളോട് പറയുന്നത്. മറ്റ് കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നിരുന്നു. രോഗിയുടെ പരിശോധന നടന്നത്, ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്ന് രാവിലെയോടുകൂടി ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് ഡോക്ടർ ഇറങ്ങിപ്പോയി എന്നാണ് ഇപ്പോൾ രോഗിയുടെ കൂട്ടിരിപ്പ് ഭർത്താവ് കൂടി നമ്മളോടൊപ്പം പറയുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയതിനു ശേഷം ഡോക്ടർ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ചയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ തന്നെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തിയത്, ESI ആശുപത്രി എത്തിയത്. നമുക്കറിയാം ESI ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ESI ആശുപത്രി എന്ന് പറയുന്നത്. അരക്ഷിതരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നതിൽ 100% അത്തരത്തിലുള്ള ആൾക്കാരാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഒരു സംവിധാനത്തെയാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ തമ്മിലുള്ള പടലപ്പിണക്കം മൂലം നശിപ്പിക്കുന്നത്. രോഗികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഇത് ശരി പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. ആലോചിക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. അതായത് ഇതിൽ രാത്രി മുതൽ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുകയാണ്. ഈ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ മറ്റു തകരാറുകളൊന്നുമല്ല, ഡോക്ടർമാരുടെ തർക്കമാണ് ഇത്തരത്തിൽ രോഗികളെ വഴിയാധാരമാക്കുന്നത്. വളരെയേറെ ഗൗരവത്തിൽ തന്നെ സർക്കാർ ഇതിനെ നോക്കിക്കാണണം. വേണ്ട നടപടികൾ ഈ ഡോക്ടർമാർക്കെതിരെ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. പ്രശാന്താണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്.